ആദ്യമായിട്ട് വണ്ടി പരിധി കയറുന്നതുകൊണ്ട് നല്ല ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ പ്രതീക്ഷയാണ് പോയത്. പക്ഷേ കൊള്ളത്തിലായിരുന്നു, ഒട്ടും കൊള്ളത്തിലായിരുന്നു. അയ്യോ, എക്സ്പ്രഷൻ കണ്ടോ. ബ്രെഡ് ഓംലെറ്റിന് നല്ല ഉപ്പുണ്ടായിരുന്നു. അയ്യോ, ആ പാട്ടയ്ക്കകത്തുള്ള ഉപ്പ് മൊത്തവും തട്ടിവിട്ടെന്ന് തോന്നുന്നു, വീണു പോയതാന്ന് തോന്നുന്നു, കൊള്ളത്തില്ലായിരുന്നു. പിന്നെ മോൻ തിന്നത് അപ്പുറത്തെ സീറ്റിലെ പുള്ളി ആ പുള്ളിയുടെ കേക്കും കൂടെ അവന് കൊടുത്തു. അപ്പം എൻ്റെയും ഏട്ടൻ്റെയും പിന്നെ ആ പുള്ളിയുടെയും കേക്ക് മൊത്തം അവനാണ് തിന്നത്. പിന്നെ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് വേണ്ടെന്ന്, ഫ്രഞ്ച് ഫ്രൈസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പൊട്ടറ്റോ ഉപ്പിട്ട് ഒഴുങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. അവനത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ആദ്യം. പിന്നെ എന്തോറ്റെന്ന് അറിയത്തില്ല, കഴിച്ചു. പിന്നെ ബ്രെഡും ജാമും മാത്രമല്ല, ബട്ടറും മാത്രം ഒരു സുഖമില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇച്ചിരി സോസൊക്കെ തേച്ച് അകത്താക്കാൻ ശ്രമിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ അടി കാണുന്നത് അത്രയും ഉപ്പുണ്ടായിട്ടും തെറ്റുന്നുണ്ടോ, പക്ഷേ ഞാൻ തിന്നും, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൈരൊക്കെ അകത്താക്കി. അത്രയും വിശപ്പുണ്ടായിട്ടാണ് ഞാൻ ഈ രാവിലെ തൈരൊക്കെ അകത്തിട്ടത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ ഇങ്ങനെ തൈരൊന്നും ഇരുന്ന് കഴിക്കുന്നതല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, വിശപ്പിൻ്റെ വിളി പറഞ്ഞാൽ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ മോൻ കഴിച്ചിട്ട് ബാക്കി കുറച്ച് കേക്ക് വന്നായിരുന്നു. അത് അവൻ അടഞ്ഞ സൈഡിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ കണ്ണിട്ട് നോക്കുന്നതാ, അവൻ കാണാത്തുന്നതാ. പിന്നെ പാസ് അതെനിക്കിഷ്ടമല്ല, അടുത്ത് കളഞ്ഞാൽ. പിന്നെ അവൻ അവിടെ നിന്ന് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നുണ്ടായിരുന്നു. ഏട്ടന് ആ സൈഡിൽ കൂടെ ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മസാല ടീ ആയിരുന്നു. അത് മസാല ടീ ആണോ അതോ തേയില കലക്കിയ വെള്ളമാണോ എനിക്കറിയാൻ പാടില്ല. ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. കഷ്ടം. അവൻ്റെ സർക്കസ് ഭയങ്കര ഒരു സെക്കൻഡ് റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഓടുന്ന ഒരു ചെറുക്കനാണ്. അതുകൊണ്ട് ഏട്ടനാണ് അതെല്ലാം കലക്കി തന്നതും. ഒരു വിയേർഡ് ടേസ്റ്റ് ആയിരുന്നു. ഈ ട്രെയിനിലെ ചായപ്പൊടി, ഈ പാൽപ്പൊടി ഇട്ട ചായയെ കൊള്ളത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ മസാല ടീ എന്ന് പറയുമ്പോൾ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് കിട്ടിയ ഭക്ഷണം എല്ലാം നല്ലതായിരുന്നു. ചപ്പാത്തി, ദാല്. പിന്നെ ഞാൻ വെജായിരുന്നു, അതുകൊണ്ട് എനിക്ക് പനീറും ഏട്ടന് ചിക്കനും ആയിരുന്നു. എല്ലാം കൂട്ടി നല്ലോണം കഴിച്ചു. നല്ല ഫുഡായിരുന്നു. കാരണം ഇവന് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നല്ലോണം മര്യാദയ്ക്കൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. അപ്പുറത്തെ സീറ്റിൽ ആൾ വന്നു, ഒക്കുപ്പയുടെ. അപ്പം അവൻ ആ നടുക്ക് നിന്ന് ആ സ്പേസ് അങ്ങ് പോയി കിട്ടി. അതുകൊണ്ട് നല്ലോണം വീഡിയോ ഒന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ നല്ലതുപോലെ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എല്ലാം നല്ല ഫുഡായിരുന്നു. അപ്പോൾ അത്രയുള്ള